വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസിലേക്കാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, രാഹുൽ പാർലമെന്റിൽ ഉന്നയിച്ച ഒരു ചോദ്യം, പല ചോദ്യങ്ങളും ഉന്നയിച്ചു, അതിൽ ഒരു ചോദ്യം ഇങ്ങനെയാണ്: സൈന്യത്തെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാത്ത പ്രധാനമന്ത്രിയെ ഈ രാജ്യത്തിന് താങ്ങാനാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇതോടുകൂടി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്, ഇന്ത്യ പാക് യുദ്ധകാലത്ത് ഇവിടുത്തെ പ്രധാനമന്ത്രി, അന്നുണ്ടായിരുന്ന പ്രധാനമന്ത്രി എടുത്ത നിലപാട്. എത്രത്തോളം രാജ്യ താല്പര്യമാണ് ഇവിടെ സംരക്ഷിക്കപ്പെട്ടത്? ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം 65-ലും 71-ലും നടന്നു. പ്രത്യേകമായി ഇപ്പോൾ പരാമർശിക്കുന്നത് ബംഗ്ലാദേശിന്റെ വിമോചനത്തിന് കാരണമായ 71-ലെ യുദ്ധമാണ്. അവിടെ ഇപ്പോൾ ഈ ഡിബേറ്റിൽ വന്ന, ആകസ്മികമായിട്ടാണെങ്കിലും അത് വന്ന ഒരു വിഷയം, അമേരിക്കയുടെ 7ാം കപ്പൽപ്പട ഈ ബേ ഓഫ് ബംഗാൾ തീരത്ത് നങ്കൂരമിടുകയും അതിനോട് ഇന്ത്യ എങ്ങനെയാണ് പ്രതികരിച്ചത്. അത് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ചില അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിരട്ടൽ കൊണ്ടാണോ യുദ്ധം ആ രീതിയിൽ അമേരിക്കൻ ഇടപെടൽ ഉണ്ടാകാതിരുന്നത്, അതോ ഇന്ദിരാഗാന്ധിയുടെ ചില പ്രസ്താവനകളിൽ പേടിച്ചിട്ടാണോ അമേരിക്ക പിന്മാറിയത്? ഇത് രണ്ടും വിഷയമാണ്. ഇവിടെ ഭാരതത്തിൻ്റെ ഒരു സൈന്യം എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഇന്ദിരാഗാന്ധിയുടെ ഒരു കാലഘട്ടത്തിൽ വ്യക്തമായ സൂചനകളുണ്ടായിരുന്നു. അന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ പൂർവ്വരൂപമായ ജനസംഘം ഉൾപ്പെടെ ഈ രാജ്യസ്നേഹത്തോടു കൂടി തന്നെ ഈ ഇന്ദിരാഗാന്ധിയുടെയും രാജ്യത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും എല്ലാം പിന്നിൽ അടിയുറച്ചു നിന്നു എന്നത് വളരെ സത്യം തന്നെയാണ്. അത് അഭിമാനകരമായ ഒരു കാര്യമാണ്. ഇപ്പോൾ അങ്ങനെ ഉണ്ടാകുന്നുണ്ടോ എന്നത് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. ഇവിടെ നോക്കൂ, ശ്രീമതി ഇന്ദിരാഗാന്ധി അന്ന് പറഞ്ഞതിങ്ങനെയാണ്: 7ാം കപ്പൽപ്പട ഇങ്ങോട്ട് വരുന്നുവെങ്കിൽ വരാം, പക്ഷേ അവർ ആ രൂപത്തിൽ തിരിച്ചു പോകണോ എന്ന് ഭാരതം തീരുമാനിക്കും. അത് റഷ്യയുമായി അന്ന് ഒപ്പിട്ട ട്രീറ്റി ഓഫ് പീസ് ഫ്രണ്ട്ഷിപ്പ്, റഷ്യയല്ല സോവിയറ്റ് യൂണിയൻ, ട്രീറ്റി ഓഫ് പീസ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് കോഓപ്പറേഷൻ, അതിൻ്റെ അടിസ്ഥാനത്തിൽ റഷ്യ ഹാസ് എ കമ്മിറ്റ്മെൻറ്റ്. ഇന്ത്യക്കെതിരെ നടക്കുന്ന ഏത് ആക്രമണത്തെയും സോവിയറ്റ് യൂണിയനെതിരെയുള്ള കടന്നുകയറ്റമായി പരിഗണിച്ചുകൊണ്ട് ഭാരതത്തെ ഡിഫെൻഡ് ചെയ്യാൻ പ്രതിജ്ഞാബദ്ധമാണ് സോവിയറ്റ് യൂണിയൻ. ഈ ഒരു വാചകമാണ് ആ ട്രീറ്റി ഓഫ് പീസ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് കോഓപ്പറേഷൻ. അത് നോക്കുമ്പോൾ നിരുപദ്രവകരമാണ് എന്ന് തോന്നാം. ഈ ശീതയുദ്ധകാലമാണ്, ഇന്ത്യ ചേരിചേരാ നയം സ്വീകരിച്ച രാജ്യമാണ്, പക്ഷേ പൂർണ്ണ അർത്ഥത്തിൽ ഒരു സൈനിക അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ്. അതിനെ അതിജീവിക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്നത് വ്യക്തമായിരുന്നു. അപ്പോൾ തന്ത്രപ്രധാനമായ പാർട്ട്ണർഷിപ്പ്, ലിങ്കേജസ്, കരാറുകൾ, അതിലേക്ക് ഇന്ത്യ എത്തിച്ച വിഖ്യാതയായ പ്രധാനമന്ത്രി തന്നെയായിരുന്നു ഇന്ദിരാഗാന്ധി. പക്ഷേ അവിടെ ഒരു യുദ്ധം ആ രീതിയിൽ അമേരിക്കയുമായി റഷ്യക്ക് സോവിയറ്റ് യൂണിയന് ഏറ്റുമുട്ടേണ്ടി വന്നില്ല. അതുകൊണ്ട് അത് പിന്മാറി. അതുകൊണ്ട് ആ ഒരു കാര്യം അമേരിക്കയുടെ ഹെൻറി കിസിഞ്ചർ പല ആവർത്തി ശ്രമിച്ചതാണ് അതിലിടപെടാൻ. പക്ഷേ ഇന്ത്യ അതിനോട് ലിവറേജ് കൊടുത്തില്ല. അമേരിക്കയുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചില്ല. ഒരു 62-ലെ യുദ്ധത്തിൽ നെഹ്റുവിൻ്റെ മനസ്സൊന്നാടി അമേരിക്കയോട് സഹായം ആവശ്യപ്പെട്ട ഒരു കഥയുണ്ട്. അത് നമ്മൾ മാറ്റി നിർത്തിയാൽ ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് കൃത്യമായ നിലപാടുകളുണ്ടായി. ഇതിന് ശേഷം വന്ന സൈനികരുടെ മോചനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കൃത്യമായ നിരീക്ഷണമല്ല ഇവിടെ കേട്ടത്. രണ്ട് ഭാഗത്തുനിന്നും കേട്ട, ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തുനിന്നും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും ഒരു കൺവേർജൻസ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഈ 93,000 സൈനികരുടെ സന്ധാരണം ഇന്ത്യക്കുള്ളിൽ നടക്കണമെങ്കിൽ അന്നത്തെ കാലത്തെ വലിയ ചിലവാണ്. അതുകൊണ്ടാണ് സ്വാഭാവികമായി ഇന്ത്യ എക്കാലത്തും പുലർത്തിയിരുന്ന ഒരു മാന്യതയുണ്ട്. ഇന്ത്യ ഒരു ധാർമ്മികമായ ഒരു അടിത്തറയുള്ള രാജ്യം കൂടിയാണ്. ഭാരതീയ ജനതാ പാർട്ടി ഭരിച്ചാലും കോൺഗ്രസ് പാർട്ടിയുടെ ഭരണമാണെങ്കിലും ശരി, ധാർമ്മികത കൈവിട്ടിട്ടില്ല. ആ ധാർമ്മികതയുടെ പേരിലാണ് സ്വാതന്ത്ര്യാനന്തരം ശ്രീ മഹാത്മാഗാന്ധി തന്നെ, രാഷ്ട്രപിതാവ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ: വെൻ യു ഡിവൈഡ് ദി അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, ന്യായമായ ഒരു പങ്ക് പാകിസ്ഥാന് കൊടുക്കണം. ഇന്ത്യ ഇന്നും സുരക്ഷിതമായി നിൽക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാനം ആ ഒരു ധാർമ്മികമായ പിൻബലമാണ്. വേണമെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും പിടിച്ചു വയ്ക്കാമായിരുന്നു. അങ്ങനെയല്ല, ഗാന്ധിജി വെന്റ് ഓൺ എ ഫാസ്റ്റ്. എന്തുകൊണ്ടാണ്? പാകിസ്ഥാന് കൊടുക്കേണ്ടിയിരുന്ന, അല്ലെങ്കിൽ പാകിസ്ഥാൻ അവകാശപ്പെട്ടതെന്ന് ഗാന്ധിജി കരുതിയിരുന്ന തുക കൊടുക്കുന്നത് വരെ താൻ നിരാഹാരമാണ്. ഉദാത്തമായ മൂല്യങ്ങളാണ്. ആ മൂല്യങ്ങളാണ് അന്തർദേശീയ തലത്തിൽ ഭാരതത്തിന് ക്രെഡിബിലിറ്റി ഉണ്ടാക്കി കൊടുത്തത്. അങ്ങനെയുള്ള ഉദാത്തമായ മൂല്യങ്ങളാണ്. ആ മൂല്യങ്ങൾ ഒരു കാലത്ത് കൈമോശം വന്നിട്ടില്ല. ആ മൂല്യങ്ങളുടെ പ്രതിഫലനമാണ് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് നമ്മൾ കണ്ടത്. ഇന്ത്യയുടെ നിലപാട് എന്താണ്? കൃത്യമായ നിലപാടാണ്. ഞങ്ങളുടെ യുദ്ധം പാകിസ്ഥാൻ സർക്കാരിനെതിരെയല്ല, പാകിസ്ഥാൻ ജനതയ്ക്കെതിരെയല്ല, പാകിസ്ഥാൻ സൈന്യത്തിന് പോലും എതിരെയല്ല. ഞങ്ങൾ പാകിസ്ഥാനിൽ അഭയം കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ പാകിസ്ഥാൻ നട്ട് നനച്ച് വളർത്തുന്ന തീവ്രവാദികളുടെ കേന്ദ്രങ്ങളിലേക്കാണ് ഞങ്ങൾ ആക്രമണം അഴിച്ചുവിടുന്നത്. കൂട്ടിക്കുഴയ്ക്കരുത്. സൈന്യത്തോട് പറഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയുടെ സൈനിക നേതൃത്വം
പാകിസ്ഥാൻ സൈനിക നേതൃത്വത്തോട് പറഞ്ഞു വി ആർ നോട്ട് അറ്റാക്കിങ് യു. ഇത് വളരെ ഓപ്പണായിട്ട് അതിനുശേഷം പറയുകയും ചെയ്തു. അതിനകത്ത് ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ആരെങ്കിലും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അൺഫോർച്ചുനേറ്റ് ആണ് എന്ന് പറയേണ്ടി വരും. ഇതിനൊക്കെയുള്ള മറുപടിയാണ് കൃത്യമായി ശ്രീ AP സിംഗ് ഇന്ന് നൽകിയ മറുപടി. അതിലെല്ലാം ഉണ്ട്. അതായത് രാഷ്ട്രീയ നേതൃത്വത്തിന് ദിശാബോധമുണ്ടായിരുന്നു, കാഴ്ചപ്പാടുണ്ടായിരുന്നു, വ്യക്തമായ പദ്ധതികളുണ്ടായിരുന്നു, ഒരു പോളിസി അനുസരിച്ചാണ് പോയത്. 0 ടോളറൻസ് അഗൈൻസ്റ്റ് ടെറർ. അതിൻ്റെ ഭാഗമായി ഇന്ത്യയുടെ പോളിസിയാണ്, ഒരു കഴിഞ്ഞ 10 വർഷമായിട്ടെങ്കിലും ഉള്ള ഇന്ത്യയുടെ പോളിസിയാണ്. അതിർത്തി കടന്ന് കയറി ആക്രമണം നടത്തിയാൽ, ഇന്ത്യയുടെ സുരക്ഷ അവതാളത്തിലായാൽ അല്ലെങ്കിൽ ഭീകരാക്രമണം ഉണ്ടായാൽ പല ആവർത്തി നമ്മൾ തെളിയിച്ചിട്ടുള്ളതാണ്. വി ഹാവ് ദ ഡിറ്റർമിനേഷൻ, വി ഹാവ് ദ വെയർവിറ്റൽ ടു എൻറ്റർ പാകിസ്ഥാൻ. ഒന്നുകിൽ കമാൻഡോ ഓപ്പറേഷനിലൂടെ, അല്ലെങ്കിൽ സൈനികമായി, അല്ലെങ്കിൽ ഏറിയൽ സോർട്ടീസിലൂടെ അകത്ത് കടന്നു കയറി ആക്രമിക്കാൻ മടിക്കില്ല. പക്ഷെ അത് ടാർഗറ്റ് സെലക്ട് ചെയ്യുന്നതിൽ വളരെ കൃത്യമായ ഇച്ഛാശക്തി, വളരെ കൃത്യമായ ഒരു ലക്ഷ്യം സൈന്യത്തിന് മുൻപാകെ വെച്ചു എന്നാണ് ഇന്ന് എയർ ചീഫ് മാർഷൽ സംസാരിച്ചത്.